ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 10 ലോക ഭൂപടത്തിൽ യൂറോപ്പ്. നോക്കാം. ഇന്നത്തെ യൂറോപ്പ്. എസ്.കെ. പൊറ്റക്കാട്. എൻ്റെ യൂറോപ്യൻ പര്യടനം ഇറ്റലിയിൽ ആരംഭിച്ചു. ദക്ഷിണ ഇറ്റലിയിലെ കാപ്പിരി ദ്വീപ്, വെസൂവിയസ് അഗ്നിപർവ്വതം, പോംപി നഗരം മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉൾനാടൻ മാർഗമായി റോമിൽ എത്തിച്ചേർന്നു. റോമിൽ നിന്നും ഫ്ലോറൻസിൽ ചെന്ന് ചേർന്നു. ഫ്ലോറൻസിലെ ഉൾനാടുകൾ ചുറ്റിക്കൊണ്ട് ചരിഞ്ഞ ഗോപുരത്തിന്റെ നഗരമായ പീസയിലെത്തി. പീസയിൽ നിന്ന് വെനീസിലേക്ക് പുറപ്പെട്ടു. പിന്നെ അവിടെ നിന്നും മിലാനിലേക്ക് പോയി. മിലാനിൽ വെച്ച് ഇറ്റാലിയൻ പര്യടനം അവസാനിപ്പിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് തീവണ്ടി കയറി. സ്വിറ്റ്സർലൻഡിലെ പ്രധാന നഗരങ്ങളിലും മലനിരകളിലും തടാക തീരങ്ങളിലും ഗ്രാമങ്ങളിലുമായി 40 ദിവസം സഞ്ചരിച്ച് ഫ്രാൻസിലേക്ക് പുറപ്പെട്ടു. ഒരാഴ്ച പാരീസിൽ കഴിച്ചുകൂട്ടി. പിന്നെ പാരീസിൽ നിന്നും ഫ്രാൻസിന്റെ നാട്ടുമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ച് നിപ്പിയിൽ എത്തിച്ചേർന്നു. നിപ്പിയിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇംഗ്ലണ്ടിലെത്തി. ഇംഗ്ലണ്ടിൽ 1.5 മാസം താമസിച്ചു 1950 ജൂലൈ 8-ാം തീയതി ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. 1955 ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതിയിൽ മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ എസ്.കെ. പൊറ്റക്കാട് എഴുതിയ വരികളാണിവ. 1955 ഇന്നത്തെ യൂറോപ്പ് എന്ന കൃതി എഴുതിയത്. എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ്. യൂറോപ്പ് ഒരു ഭൂഖണ്ഡമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലോക ഭൂപടത്തിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്ക്. യൂറോപ്പിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഏകദേശം 1,03,50,000 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം. യൂറോപ്പിന്റെ വിസ്തീർണം എത്രയാണ്? ഏകദേശം 1,03,50,000 ചതുരശ്ര കിലോമീറ്റർ ആണ് യൂറോപ്പിന്റെ വിസ്തീർണം. ഇത് ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 7% മാത്രമാണ് ഈ യൂറോപ്പിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിന്റേത്. 6ാം സ്ഥാനമാണ് വലിപ്പത്തിൽ. മറ്റു 6 വൻകരകളും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് ഏഷ്യയുടെ പടിഞ്ഞാടൻ തുടർച്ചയായിട്ടാണ് കാണപ്പെടുന്നത്. ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് യൂറോപ്പ് കാണുന്നത്. കണ്ടോ ഈ പിക്ചേഴ്സ്? ഇത് നോക്കിക്കേ. ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് യൂറോപ്പിനെ കാണാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം വേറിട്ടാണ് നിൽക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രദേശങ്ങളായി നിലകൊള്ളുമ്പോൾ യൂറോപ്പ് മാത്രം ഏഷ്യയുടെ പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു. ഏഷ്യ യൂറോപ്പ് ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ യൂറേഷ്യ എന്നാണ് വിളിക്കുന്നത്. യൂറോപ്പിനെ ലോകത്തിന്റെ കേന്ദ്രമായാണ് ഗ്രീക്ക്, റോമൻ തുടങ്ങിയ ഇവിടങ്ങളിലെ പണ്ഡിതർ കണക്കാക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാരും റോമാക്കാരും നിർമ്മിച്ച ലോക ഭൂപടങ്ങളിൽ യൂറോപ്പിനെ ഭൂഖണ്ഡമായി രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ യൂറോപ്പിനെ ഒരു ഭൂഖണ്ഡമായി കണക്കാക്കുന്നത്. ഇനി യൂറോപ്പിന്റെ സ്ഥാനം. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്കു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രമാണ്, പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രവും തെക്ക് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന ഏതൊക്കെയാണ്? യൂറൽ പർവ്വതനിരയും കരിങ്കടലും കാസ്പിയൻ കടലും കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ കൊടുത്തിരിക്കുന്ന യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടമാണ്. അടുത്തത് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റഷ്യയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം. റഷ്യയുടെ ഭൂവിസ്തൃതിയുടെ 25% മാത്രമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ബാക്കി ഭാഗം ഏഷ്യയിലാണ്. യൂറൽ പർവ്വതനിരയുടെ പടിഞ്ഞാറുള്ള റഷ്യൻ പ്രദേശമാണ് യൂറോപ്പിൽ ഉൾപ്പെടുന്നത്. ഈ പ്രദേശത്തെ യൂറോപ്യൻ റഷ്യ എന്നറിയപ്പെടുന്നു. റഷ്യൻ ജനതയുടെ 75% അധിവസിക്കുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. റഷ്യയുടെ ഏറ്റവും വലിയ പട്ടണങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ റഷ്യയിലാണ്. ഉക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ എന്നിവയാണ്
വലുപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. അടുത്തത് യൂറോപ്പിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യത്തെ ഭൂപ്രകൃതി. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് യൂറോപ്പിൻ്റേത്. യൂറോപ്പിൻ്റെ ഭൂപ്രകൃതിയെ താഴെ പറയും വിധം തരംതിരിക്കാം. എങ്ങനെ? 4 രീതി തരംതിരിക്കാം. വടക്ക് പടിഞ്ഞാറ് കുന്നുകൾ, മധ്യ ഉന്നതതടങ്ങൾ, ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ, ആൽപൈൻ പർവ്വതനിരകൾ. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ, മധ്യ ഉന്നതതടങ്ങൾ, യൂറൽ പർവ്വതനിരകൾ, ആൽപൈൻ പർവ്വതനിരകൾ. അപ്പോൾ ഓരോന്ന് നോക്കാം. വടക്ക് പടിഞ്ഞാറൻ കുന്നുകൾ. യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. എന്തൊക്കെയാണ്? യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉയർന്ന കുന്നുകളും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയുമാണ് വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ പ്രത്യേകത. മഞ്ഞുമൂടിയ കുന്നുകളും ഹിമാനികളും വളരെ വേഗത്തിൽ ഒഴുകുന്ന നദികളും മനോഹരമായ വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ സ്കാൻഡിനേവിയ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. നീണ്ടകാലത്തെ ഹിമാനീകരണത്തിൻ്റെയും അപക്ഷയത്തിൻ്റെയും ഫലമായി രൂപപ്പെട്ട ഉരുണ്ട തലപ്പോട് കൂടിയതും നേരിയ ചരിവുള്ളതുമായ കുന്നുകൾ പലയിടങ്ങളിലും കാണപ്പെടാറുണ്ട്. സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ഫിയോർഡുകളും ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. സ്കാൻഡിനേവിയൻ തീരങ്ങളിൽ കാണപ്പെടുന്നതാണ് ഫിയോർഡുകൾ. എന്താണ് ഫിയോർഡ്? ഹിമാനികളുടെ അപരദന പ്രക്രിയയിലൂടെ യു ആകൃതിയിൽ രൂപം കൊള്ളുന്ന താഴ്വരകളാണ് യു-രൂപ താഴ്വരകൾ. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ സമുദ്രതീരങ്ങളിൽ ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ഹിമകൃത താഴ്വരകളാണ് ഫിയോർഡുകൾ. ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിലെ ഫിയോർഡുകളിൽ പ്ലവകങ്ങൾ ധാരാളമായി വളരുന്നു. ഇവയെ ആഹരിക്കുന്നതിനായി ധാരാളം മത്സ്യങ്ങൾ എത്തുന്നതിനാൽ ഈ പ്രദേശങ്ങൾ മത്സ്യസമ്പന്നമാണ്. അതിനാൽ സ്കാൻഡിനേവിയൻ പ്രദേശം മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ്. ഹിമാനീകരണം, അപക്ഷയം എന്താണെന്ന് നോക്കാം. ചലിക്കുന്ന മഞ്ഞുപാളികളാണ് ഹിമാനികൾ. ഇവയുടെ ചലനത്തിൻ്റെ ഫലമായി വ്യത്യസ്ത ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഉപരിതലത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രക്രിയയാണ് ഹിമാനീകരണം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിലെ ശിലകളിൽ ഉണ്ടാകുന്ന ഭൗതികമോ രാസികമോ ജൈവികവുമായ വിഘടനം അഥവാ ശിഥിലീകരണമാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഇനി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ. വടക്ക് പടിഞ്ഞാറൻ കുന്നുകളുടെ തെക്കുഭാഗത്തായി ഉത്തര യൂറോപ്യൻ സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇവയെ ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നു. കിഴക്ക് യൂറൽ പർവ്വതങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നു. സാമാന്യം നിരന്ന ഭൂപ്രകൃതിയുള്ള സമതലത്തിൽ അങ്ങിങ്ങായി ചെറുകുന്നുകളും കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഉത്തര യൂറോപ്യൻ സമതലം രൂപപ്പെട്ടത് ഹിമാനി നിക്ഷേപങ്ങളുടെയും യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ, ഡോൺ, നെയ്പ്പർ എന്നിവയുടെ എക്കൽ നിക്ഷേപങ്ങളുടെയും ഫലമായാണ്. അപ്പോൾ യൂറോപ്പിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? വോൾഗ, ഡോൺ, നെയ്പ്പർ. വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ. ഉത്തര യൂറോപ്യൻ സമതലത്തിൽ വ്യാപകമായി കാണുന്ന പുൽമേടാണ് സ്റ്റെപ്പിസ് എന്ന് പറയുന്നത് ഉത്തര യൂറോപ്പിൽ വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടാണ്. ഇനി മധ്യ ഉന്നതതടങ്ങൾ. ഉത്തര യൂറോപ്യൻ സമതലങ്ങളുടെ തെക്ക് ഭാഗത്തായി മധ്യ ഉന്നതതടങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ചെറിയ കുന്നുകളും താഴ്വരകളും പീഠഭൂമികളും നിറഞ്ഞ ഈ ഭൂപ്രദേശം പടിഞ്ഞാറ് അയർലൻഡ് മുതൽ കിഴക്ക് റഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്നു. റൈൻ, റോൺ എന്നീ നദികളാണ് ഈ പ്രദേശത്തെ ജലസമ്പുഷ്ടമാക്കുന്നത്. മധ്യ ഉന്നതതടത്തിൽ ഉൾപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഭൂരൂപങ്ങളും അവ കാണപ്പെടുന്ന രാജ്യവും? റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി. ഫ്രാൻസിലാണിത് കാണപ്പെടുന്നത്. റൈൻ താഴ്വര, വോസ്ഗസ് പർവ്വതങ്ങൾ, ജൂറ പർവ്വതങ്ങൾ, സെൻട്രൽ മാസിഫ് പീഠഭൂമി എന്നിവ ഫ്രാൻസിലാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയത്തിലാണ് കാണപ്പെടുന്നത്. ആർഡനീസ് പർവ്വതങ്ങൾ ബെൽജിയം. ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ ഹാസ്
പർവ്വതങ്ങളൊക്കെ ജർമ്മനിയിലാണ് കാണപ്പെടുന്നത്. ജർമ്മനിയിൽ കാണപ്പെടുന്ന ഏതൊക്കെയാണ്? ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, ഹാർസ് പർവ്വതങ്ങൾ. മസേറ്റ പീഠഭൂമി സ്പെയിനിലാണ് കാണപ്പെടുന്നത്. സ്പെയിനിൽ കാണപ്പെടുന്നത് ഭൂരൂപമാണ്, പ്രധാനപ്പെട്ട ഭൂരൂപമാണ് മസേറ്റ പീഠഭൂമി. അടുത്ത ബൊഹീമിയൻ പീഠഭൂമി ചെക്ക് റിപ്പബ്ലിക്കിലാണ് കാണപ്പെടുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലാണ് ബൊഹീമിയൻ പീഠഭൂമി കാണപ്പെടുന്നത്. ഇനി ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്ക് എന്ന ചലച്ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്ന ജുറാസിക് കാലഘട്ടത്തിലാണ്. ഏകദേശം 143 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിലെ ശിലകൾ യൂറോപ്പിലെ ജൂറ പർവ്വതങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളതിനാലാണ് ജുറാസിക് കാലഘട്ടത്തിന് ആ പേര് ലഭിച്ചത്. അടുത്തത് ആൽപൈൻ പർവ്വതനിരകൾ. മധ്യ ഉന്നത തടത്തിന് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തര നിരകളോടുകൂടിയ മടക്ക് പർവ്വതങ്ങളാണ് ആൽപൈൻ പർവ്വതങ്ങൾ. പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം മുതൽ കിഴക്ക് കാസ്പിയൻ കടൽ വരെ ഈ പർവ്വതനിരകൾ നീണ്ടുകിടക്കുന്നു. ആൽപ്സ്, കോക്കസസ്, കാർപാത്യൻ എന്നിവയാണ് പ്രധാന ആൽപൈൻ പർവ്വതനിരകൾ. ഏതൊക്കെയാണ്? ആൽപ്സ്, കോക്കസസ്, കാർപാത്യൻ. കോക്കസസ് പർവ്വതനിരയിലെ മൗണ്ട് എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എൽബ്രസ്. ഡ്രാക്കുള കോട്ട. സ്നേഹിത, കാർപാത്യനിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നുള്ള യാത്ര സുഖകരമായിരുന്നെന്ന് കരുതുന്നു. എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി. ഇന്നും സുഖമായി ഉറങ്ങുക. നാളെ 3 മണിക്ക് ബുക്കോവിനോയ്ക്ക് പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ താമസം നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ലെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഡ്രാക്കുള. 1 നൂറ്റാണ്ടിൽ കൂടുതലായി ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഡ്രാക്കുള എന്ന നോവലിലെ ഭാഗമാണിത്. ലണ്ടൻ നഗരത്തിൽ കൊട്ടാരം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡ്രാക്കുള പ്രഭു എന്ന രക്തരക്ഷസിനെ തേടി നായകനായ ജൊനാഥൻ ഹാർക്കർ ഡ്രാക്കുള കോട്ടയിൽ എത്തുന്നതാണ് നോവലിൻ്റെ തുടക്കം. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ 1897 എഴുതിയ ഈ നോവലിൻ്റെ മിക്ക ഭാഗങ്ങളുടെയും പശ്ചാത്തലമായ ഡ്രാക്കുള കോട്ട കാർപാത്യൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാർപാത്യൻ മലനിരകളിൽ ഡ്രാക്കുള നോവൽ എഴുതിയതാരാണ്? ബ്രാം സ്റ്റോക്കർ, ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ. അടുത്ത മടുക്ക് പർവ്വതങ്ങൾ എന്താണ്? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖരാവസ്ഥയിലുള്ള മണ്ഡലമാണ് ശിലാമണ്ഡലം. അപ്പോൾ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന് പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മണ്ഡലമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ക്രമരഹിതമായ അരികുകളോടുകൂടിയ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ശരാശരി 100 കിലോമീറ്റർ കനവുമുള്ള ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ഫലകാതിരുകളിൽ ശിലാപാളികൾ മടങ്ങി ഉയർന്ന് രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. ഉദാഹരണമാണ് നമ്മുടെ ഹിമാലയ പർവ്വതം. കാലാവസ്ഥയും നൈസർഗിക സസ്യജന്തുജാലങ്ങളും. മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് യൂറോപ്പിൻ്റെ പൊതുവായ കാലാവസ്ഥ. എന്നാൽ പ്രാദേശികമായ കാലാവസ്ഥയിൽ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. അക്ഷാംശസ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാന്നിധ്യം എന്നിവ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എന്തൊക്കെയാണ്? അക്ഷാംശസ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാന്നിധ്യം. ഉയർന്ന അക്ഷാംശസ്ഥാനം, പർവ്വതങ്ങളുടെ സ്വാധീനം എന്നിവ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നു. എന്നാൽ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സമുദ്രത്തിൻ്റെ സ്വാധീനത്താൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ലോകത്ത് മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായ മഴയും മഞ്ഞും ലഭിക്കുന്നു. എന്താണ് വർഷണം? തുടർച്ചയായി ഘനീകരണത്തിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ദ്രവ്യ രൂപത്തിൽ പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്ന് പറയുന്നത്. മഴ, മഞ്ഞുവീഴ്ച, ഹിമവൃഷ്ടി, ആലിപ്പഴം എന്നിവയാണ് വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ. ഉഷ്ണമരുഭൂമിയും ശീതമരുഭൂമിയും. മരുഭൂമി എന്ന വാക്ക് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ചിത്രം വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന മണൽ പ്രദേശങ്ങളാണ്. എന്നാൽ അതുമാത്രമല്ല, 25
സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും എന്തെന്ന് പറയാം? മരുഭൂമിയായിട്ട് പറയാം, അല്ലെങ്കിൽ മരുഭൂമിയായിട്ട് കണക്കാക്കാം. 25 സെൻറ്റിമീറ്റർ മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശത്തെയും മരുഭൂമിയായിട്ട് കണക്കാക്കുന്നു. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയും ഒരു മരുഭൂമിയാണ്. അന്റാർട്ടിക്കയെ ശീത മരുഭൂമിയായാണ് പരിഗണിക്കുന്നത്. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി യൂറോപ്പിനെ പല കാലാവസ്ഥാ മേഖലകളായി തരംതിരിക്കാം. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും അനുസരിച്ച് വ്യത്യസ്ത സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്നു. ആർട്ടിക് കാലാവസ്ഥ, ടെൻഡ്ര കാലാവസ്ഥ. യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ ടെൻഡ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നു. തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവുമാണ് ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത. വേനൽക്കാലത്തെ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോൾ ശൈത്യകാല താപനില -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. വേനൽക്കാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. അടുത്ത ശൈത്യകാലത്താണെങ്കിൽ -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. ശൈത്യകാലത്ത് 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശമില്ലാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ശൈത്യകാലത്ത് 5 മുതൽ 6 മാസം വരെ സൂര്യപ്രകാശമില്ലാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഒരു വ്യക്തി അന്തരീക്ഷത്തിലേക്ക് വീശിയൊലിക്കുന്ന ജലം നിമിഷ നേരം കൊണ്ട് മഞ്ഞായി മാറുന്ന കാഴ്ചയാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ നിന്നും ഇവിടുത്തെ ശൈത്യത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കാം. സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കറിയാം. നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞു രൂപത്തിലുള്ള വർഷണവും സസ്യങ്ങളുടെ വളർച്ചയെ തടയുന്നു. ഇത് കാരണം ശൈത്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കുറ്റിച്ചെടികളും അഥവാ ഷ്രബ്സ്, പായലുകളും പൂപ്പലുകളും മാത്രമാണ് പൊതുവെ ഈ കാലാവസ്ഥയിൽ വളരുക. ടെൻഡ്ര കാലാവസ്ഥയിലെ സസ്യജാലങ്ങളുടെ കുറവ് ഇവിടെയുള്ള ജന്തുജാലങ്ങളുടെ എണ്ണത്തെയും ബാധിക്കുന്നു. തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന കട്ടിയുള്ള രോമങ്ങളുള്ള ചെന്നായ, റെയിൻഡിയർ, ധ്രുവക്കരടി, ആർട്ടിക് കാട്ടുമുയൽ പോലുള്ള വളരെ കുറച്ച് മൃഗങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഉപ ആർട്ടിക് കാലാവസ്ഥ അഥവാ ടൈഡേ കാലാവസ്ഥ. ടെൻഡ്ര കാലാവസ്ഥ നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്ത ടൈഡേ കാലാവസ്ഥ, ഉപ ആർട്ടിക് കാലാവസ്ഥ, സബ് ആർട്ടിക് ടൈഗേ കാലാവസ്ഥ. ടെൻഡ്ര പ്രദേശങ്ങളോട് ചേർന്ന് തെക്ക് ഉപ ആർട്ടിക് പ്രദേശങ്ങളിൽ ടൈഗേ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഹ്രസ്വമായ വേനൽക്കാലം ഇളം ചൂടുള്ളതാണെങ്കിലും ശൈത്യം ആർട്ടിക് കാലാവസ്ഥയിലേതുപോലെ തന്നെ കഠിനമാണ്. വർഷത്തിൽ 5 മുതൽ 7 മാസം വരെ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. ടൈഗേ കാലാവസ്ഥയിൽ വർഷണം പൊതുവെ മഞ്ഞ് രൂപത്തിലായിരിക്കും. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ, അതായത് കോണിഫറസ് ട്രീസ് നിറഞ്ഞ നിത്യഹരിത വനങ്ങളാണ് ടൈഗേ കാലാവസ്ഥയുടെ പ്രധാന സസ്യസമ്പത്ത്. പൈൻ, ദേവദാരു എന്നിവയാണ് പ്രധാന വൃക്ഷങ്ങൾ. രോമങ്ങൾ നിറഞ്ഞ കാട്ടുപൂച്ച, എർമൈൻ, വെള്ളിക്കുറുക്കൻ എന്നിവയാണ് പ്രധാന മൃഗങ്ങൾ. അടുത്തത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥ എന്തുവാണ്? യൂറോപ്പിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കഠിനമായ വേനലും അതിശൈത്യവും അനുഭവപ്പെടുന്നു. ഈ കാലാവസ്ഥയെ കിഴക്കൻ യൂറോപ്പിൻ്റെ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. ശൈത്യകാല താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് പോകുന്നു. വേനലിൽ നേർത്ത മഴ ലഭിക്കാറുണ്ട്. വിരളമായ മഴയും കടുത്ത ചൂടും കാരണം ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വൻമരങ്ങൾ വളരാറില്ല. യൂറോപ്പിലെ പുൽമേടായ സ്റ്റെപ്പീസിനെ കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സ്റ്റെപ്പീസിൽ അനുഭവപ്പെടുന്നത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ്. കൃഷ്ണമൃഗം, ചെന്നായ, കുതിര എന്നിവയാണ് പ്രധാനമായി കാണപ്പെടുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയിൽ. പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ എങ്ങനെയാണ്? കഠിനമായ ശൈത്യവും മിതമായ ചൂടും വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയുമാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയുടെ പ്രത്യേകത. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, നെതർലാൻഡ്സ്, ബെൽജിയം
തെക്കൻ നോർവേ, ഡെൻമാർക്ക്, പടിഞ്ഞാറൻ ഫ്രാൻസ്, വടക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിലാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സാന്നിധ്യം ഇവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. സസ്യവളർച്ചയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥ. ബലമുള്ള തടിയും വിസ്താരമേറിയ ഇലകളുമുള്ള ഇലപൊഴിയും മരങ്ങളാണ് ഇവിടങ്ങളിൽ കാണപ്പെടുന്നത്. ബീച്ച്, എൽം, ഓക്ക്, ബിർച്ച്, ആഷ് എന്നിവയാണ് ഇവയ്ക്ക് ഉദാഹരണം. അണ്ണാൻ, കുറുക്കൻ, മുയൽ, മാൻ, ചെന്നായ തുടങ്ങിയവയും ഇവിടെ കാണപ്പെടുന്നു. അടുത്ത മെഡിറ്ററേനിയൻ കാലാവസ്ഥ. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. പോർച്ചുഗൽ, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹർസഗോവിന, ക്രൊയേഷ്യ, തെക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇവിടേക്കാണ് പോർച്ചുഗൽ, സ്പെയിന്, ഇറ്റലി, ഗ്രീസ്, ബോസ്നിയ, ഹർസഗോവിന, ക്രൊയേഷ്യ, തെക്കൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ചൂടുകൂടിയ വരണ്ട വേനൽക്കാലവും തണുത്ത മഴയോടുകൂടിയ ശൈത്യകാലവുമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ സവിശേഷത. മരങ്ങളും കുറ്റിച്ചെടികളും നന്നായി വളരുന്ന കാലാവസ്ഥയാണിത്. റോസ്മേരി, ലാവണ്ടർ, ഒലിവ്, പൈൻ, ഓറഞ്ച്, മുന്തിരി, അത്തി എന്നിവയാണ് പ്രധാനപ്പെട്ട സസ്യങ്ങൾ. ഐബീരിയൻ കാട്ടുപൂച്ച, ബാർബറി മക്കാക്ക്, മൗഫ്ലോൺ ആട്, സ്പാനിഷ് ഇമ്പീരിയൽ പരുന്ത്, ഗൗളിക്കിളി എന്നീ അപൂർവ ജന്തുവർഗ്ഗങ്ങൾ മെഡിറ്ററേനിയൻ പ്രദേശത്ത് കാണപ്പെടുന്നു. ഈ വിറ്റികൾച്ചർ. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെ മുന്തിരി കൃഷി വളരെ പ്രസിദ്ധമാണ്. ശാസ്ത്രീയമായി നടപ്പിലാക്കുന്ന മുന്തിരി കൃഷിയെ വിറ്റികൾച്ചർ എന്ന് വിളിക്കുന്നു. ഇതോടൊപ്പം വീഞ്ഞ് നിർമ്മാണവും ഇവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് സസ്യജന്തുജാലങ്ങളിൽ വ്യത്യാസമുണ്ടാവുന്നത് പോലെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും മനുഷ്യജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട്. യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക ജീവിതം നമുക്ക് പരിശോധിക്കാം. സമൂഹവും ജനങ്ങളും. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് കുടിയേറിയെന്ന് വിശ്വസിക്കുന്നു. 40,000 മുതൽ 50,000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ എത്തിച്ചേർന്ന മനുഷ്യവംശം പിന്നീട് വിവിധ തരം ഭാഷകൾ സംസാരിക്കുകയും വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുകയും ചെയ്തു. പുറം നാടുകളിലേക്കുള്ള കപ്പൽ യാത്രകളും പര്യവേഷണങ്ങളും യൂറോപ്പിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ഭാഷാ വികാസങ്ങൾക്ക് വഴിതെളിച്ചു. യുണൈറ്റഡ് കിങ്ഡം എന്താണ്? ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടന്റെ കൂടെ വടക്കൻ അയർലൻഡ് കൂടിച്ചേരുമ്പോൾ അവയെ യുണൈറ്റഡ് കിങ്ഡം എന്നും വിളിക്കുന്നു. ജനസംഖ്യ നോക്കാം. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണെങ്കിലും ജനസംഖ്യയിൽ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും തൊട്ടു പിന്നാലെ 3ാം സ്ഥാനത്താണ് യൂറോപ്പ്. റഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യൂറോപ്യൻ രാജ്യം. ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ജനസംഖ്യയിൽ റഷ്യയ്ക്ക് പിന്നാലെയായിട്ടുള്ളത്. യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തും ജനസംഖ്യ ഒരുപോലെയല്ല കാണപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലാണ് ജനസംഖ്യ കൂടുതൽ. സ്കാൻഡിനേവിയൻ ഭൂപ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളെയും അവയുടെ കാലാവസ്ഥയും ഭൂപ്രകൃതിയെയും കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ കാരണം സ്കാൻഡിനേവിയൻ ഭൂപ്രദേശത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസാന്ദ്രതയും വളരെ കുറവാണ്. ഈ രാജ്യങ്ങളിൽ തെക്ക് കടലിനോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത്. വ്യത്യസ്ത ഭൂപ്രകൃതി, സംസ്കാരം, കുടിയേറ്റം എന്നിവയുടെ സ്വാധീനം മൂലം വിവിധ ഭാഷകളാണ് യൂറോപ്പിൽ സംസാരിക്കുന്നത്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയാണ്. ഇതിനു പുറമെ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നീ ഭാഷകളും വ്യാപകമായി സംസാരിക്കുന്നു. യൂറോപ്പിലെ ജനസംഖ്യാ വർധനവിന്റെ ഒരു പ്രധാന കാരണം കുടിയേറ്റമാണ്. ആഫ്രിക്ക, മധ്യേഷ്യ, തെക്കനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ ജനങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പ്. മികച്ച കാലാവസ്ഥയും സുലഭമായ പ്രകൃതി വിഭവങ്ങളും സാങ്കേതിക വിദ്യയും യൂറോപ്പിനെ വ്യാവസായികമായും കാർഷികമായും സമ്പന്നമാക്കുന്നു. ഇത് തന്നെയാണ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. യൂറോപ്പിലെ പ്രധാന കൃഷിരീതികളും വ്യവസായങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. അതിനു മുമ്പ് യൂറോപ്യൻ യൂണിയൻ എന്താണ്? 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന്
വഴിതെളിച്ചത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? 6 രാജ്യങ്ങളാണ്. 1957 ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ് എന്നീ 6 രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച കൂട്ടായ്മയാണ് 1993 യൂറോപ്യൻ യൂണിയന്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചത്. രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക ഐക്യവും ആഭ്യന്തര കമ്പോളവും ലക്ഷ്യമിട്ട് ആരംഭിച്ച കൂട്ടായ്മ പിന്നീട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സമാധാനം, അനുരഞ്ജനം, ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ മേഖലകളിലെ സംഭാവനയ്ക്ക് യൂറോപ്യൻ യൂണിയന് 2012 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. കൃഷിയും വ്യവസായവും. കൃഷിയിൽ പ്രാദേശിക വൈവിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥലലഭ്യതയും ജനസാന്ദ്രതയും അനുസരിച്ച് തീവ്ര കൃഷി, വ്യാപക കൃഷി, മിശ്ര കൃഷി എന്നീ കൃഷിരീതികളാണ് യൂറോപ്പിൽ പ്രധാനമായും കണ്ടുവരുന്നത്. തീവ്ര കൃഷി അഥവാ ഇൻറ്റൻസീവ് ഫാമിംഗ്. ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വർദ്ധിച്ച ഉൽപാദനം നടത്തുന്ന കൃഷിരീതിയാണ് തീവ്ര കൃഷി. മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ഒലിവ്, മുന്തിരി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. അതാണ് തീവ്ര കൃഷി. ഈ വ്യാപക കൃഷി അഥവാ എക്സ്റ്റെൻസീവ് ഫാമിംഗ് എന്താണ്? അതിവിശാലമായ ഭൂപ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തുന്ന യന്ത്രവൽകൃത ധാന്യ കൃഷിരീതിയാണ് വ്യാപക കൃഷി. വടക്കൻ യൂറോപ്പിലെ സ്റ്റെപ്പീസ് പുൽമേടുകളിലാണ് ഇത്തരം കൃഷികൾ നടക്കുന്നത്. ഗോതമ്പാണ് പ്രധാന വിള. കൂടാതെ ബാർലി, ചോളം, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ഇനി മിശ്ര കൃഷി അഥവാ മിക്സഡ് ഫാമിംഗ്. കൃഷിയോടൊപ്പം മൃഗപരിപാലനവും നടത്തുന്ന രീതിയാണിത്. മധ്യ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഇത്തരം കൃഷിരീതി പ്രധാനമായും കാണപ്പെടുന്നത്. ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉൽപാദനത്തോടൊപ്പം കന്നുകാലികളെയും ഇവർ പരിപാലിക്കുന്നു ഈ കൃഷിരീതിയിൽ. യൂറോപ്പിൽ കൃഷിയോളം തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് മത്സ്യബന്ധനം. സമുദ്ര സമീപം എങ്ങനെയാണ് യൂറോപ്പിന്റെ മത്സ്യബന്ധനത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മത്സ്യബന്ധനം. വടക്കൻ കടൽ അഥവാ നോർത്ത് സീ, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയോട് ചേർന്ന് കിടക്കുന്ന നോർവേ, ഡെൻമാർക്ക്, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ ഒരു പ്രധാന തൊഴിലാണ് മത്സ്യബന്ധനം. കോഡ്, മത്തി, സാൽമൺ, ഹാലിബട്ട്, കടൽ ട്രൗട്ട് തുടങ്ങിയ മത്സ്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്നു. ഗ്രേറ്റ് ഫിഷർ ബാങ്ക്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മത്സ്യലഭ്യതയുള്ള പ്രദേശങ്ങൾ ഡെൻമാർക്ക്, നോർവേ തീരത്തുള്ള ഗ്രേറ്റ് ഫിഷർ ബാങ്കും ഡോഗർ ബാങ്കുമാണ്. ഇവയ്ക്ക് പുറമെ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും ഉൾനാടൻ കായലുകളും മത്സ്യബന്ധന വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നു. യൂറോപ്പിന്റെ വാഹന നിർമ്മാണ വ്യവസായം നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ വാഹന നിർമ്മാണത്തിൽ മുൻപന്തിയിലാണ്. ലോകയുദ്ധങ്ങളുടെ സമയത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ പട്ടാള മുന്നേറ്റത്തിനായി യുദ്ധവിമാനങ്ങളും ട്രക്കുകളും ടാങ്കറുകളും നിർമ്മിച്ച പല കമ്പനികളും പിന്നീട് വാഹന നിർമ്മാണ മേഖലയിലേക്ക് തിരിഞ്ഞു. ഔഡി, ഫെരാരി, ബുഗാട്ടി, ഫോക്സ് വാഗൺ, മെർസിഡസ് ബെൻസ്, BMW, റോൾസ് റോയ്സ്, സ്കാനിയ, വോൾവോ, പോർഷെ എന്നിവയെല്ലാം ലോകം മുഴുവൻ ആരാധകരുള്ള യൂറോപ്യൻ വാഹന കമ്പനികളാണ്. വ്യവസായം നോക്കാം. വ്യാവസായിക വിപ്ലവം യൂറോപ്പിനെ വികസനത്തിലേക്ക് നയിച്ചു. യൂറോപ്പിന്റെ ഇരുമ്പുരുക്ക് വ്യവസായം, തുണി വ്യവസായം, നിർമ്മാണ മേഖല എന്നിവയെല്ലാം ലോക ശ്രദ്ധ നേടിയവയാണ്. കൃഷിയും വ്യവസായവും ജനങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തെ പ്രകടമായി സ്വാധീനിക്കുന്നു. യൂറോപ്പിന്റെ പ്രധാന ആഘോഷങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും നഗരങ്ങളും ഏതെല്ലാമെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് വ്യവസായങ്ങളോ അവ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും നോക്കാം. ഇതിൽ കുറേ വ്യവസായങ്ങൾ. ഓട്ടോമൊബൈൽ വ്യവസായം സൂചികയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പൽ നിർമ്മാണം, ഇരുമ്പുരുക്ക് വ്യവസായം, തുണി വ്യവസായം. ഓട്ടോമൊബൈൽ വ്യവസായത്തിന് പേരുകേട്ട യൂറോപ്പിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നെതർലൻഡ്, സ്വീഡൻ, ബെൽജിയം എന്നിവയൊക്കെയുണ്ട്. കപ്പൽ നിർമ്മാണം ക്രൊയേഷ്യ, ബെൽജിയം, യുണൈറ്റഡ് കിങ്ഡം ഇതൊക്കെ വരുന്നു. ഇതിനകത്ത് ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിന്റെ വ്യാവസായിക ഭൂപടമാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അത് വെച്ച് നോക്കി കണ്ടുപിടിക്കാം.
ആഘോഷങ്ങളും സാംസ്കാരിക നഗരങ്ങളും. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുടെയും കേന്ദ്രമാണ് യൂറോപ്പ്. യൂറോപ്പിലെ വൈവിധ്യമാർന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം, ജർമ്മനിയിലെ ഒക്ടോബർ ഫെസ്റ്റ്, സ്പെയിനിലെ ലാ ടൊമാറ്റിയ കാളപ്പോര്, നെതർലൻഡിലെ കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ എന്നിവ എടുത്തു പറയത്തക്ക ആഘോഷങ്ങളാണ്. ഈഫൽ ഗോപുരം, പീസയിലെ ചരിഞ്ഞ ഗോപുരം, ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങിയ നിർമ്മിതികളും കലയും സംസ്കാരവും വിളിച്ചോതുന്ന നഗരങ്ങളും യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ ഫെസ്റ്റിന്റെ, ലാ ടൊമാറ്റിന, പിന്നെ കാളപ്പോര്, കിങ്സ് ഡേ കാർണിവൽ, വെനീസ് കാർണിവൽ, പീസയിലെ ചരിഞ്ഞ ഗോപുരത്തിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട നഗരങ്ങൾ. പാരീസ്. യൂറോപ്പിൽ പ്രതിവർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന നഗരമാണ് പാരീസ്. സൈൻ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത് പാരീസ് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. സൈൻ നദീതീരത്താണ് പാരീസ് സ്ഥിതി ചെയ്യുന്നത്. അത് ഫ്രാൻസിന്റെ തലസ്ഥാനം കൂടിയാണ്. ഇനി ഈഫൽ ഗോപുരം, ലൂവ്രെ മ്യൂസിയം തുടങ്ങിയവ സഞ്ചാരികളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നു. അടുത്ത ലണ്ടൻ. തേംസ് നദീതീരത്താണ് ഈ ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൻ്റെയും യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയും തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലണ്ടൻ. അടുത്ത ബെർലിൻ. എന്താണ് ബെർലിൻ? ജർമ്മനിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. സ്പ്രീ നദീതീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ലണ്ടൻ സ്ഥിതി ചെയ്യുന്ന സ്പ്രീയിലും, ബെർലിൻ സ്ഥിതി ചെയ്യുന്ന സ്പ്രീയിലും, ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് തേംസ് നദീതീരത്തും, പിന്നെ പാരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൈൻ നദീതീരത്തുമാണ്. ബെർലിൻ സ്ഥിതി ചെയ്യുന്നത് സ്പ്രീ നദീതീരത്താണ്. അടുത്ത മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. മോസ്കോവ നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരമാണ് ഈ മോസ്കോ എന്ന് പറയുന്നത്. അടുത്ത റോം. ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോം ടൈബർ നദീതീരത്താണ്. റോമാ സാമ്രാജ്യത്തിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും നിരവധി സ്മാരകങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. റോമിലെ കൊളോസിയം പുരാതന ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇവയ്ക്ക് പുറമെ മാഡ്രിഡ്, ഏഥൻസ്, ആംസ്റ്റർഡാം, വിയന്ന, ബാഴ്സലോണ, ലിസ്ബൺ, ഡബ്ലിൻ എന്നിവയെല്ലാം യൂറോപ്പിലെ പ്രധാന നഗരങ്ങളാണ്. 1000 തടാകങ്ങളുള്ള നാട്. വടക്കൻ യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും 100,000-ലധികം തടാകങ്ങളും നിരവധി നദികളും വിശാലമായ ചതുപ്പ് നിലങ്ങളും നിറഞ്ഞതാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡിന്റെ തെക്കായി ബാൾട്ടിക് കടലും ഫിൻലാൻഡ് കടലിടുക്കും തെക്കു പടിഞ്ഞാറായി ബോത്നിയ കടലിടുക്കും സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സംസ്കാരവും നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. കാലാവസ്ഥയും ജനജീവിതവും. ആർട്ടിക് കാലാവസ്ഥയും ഉപ ആർട്ടിക് കാലാവസ്ഥയുമാണ് ഫിൻലൻഡിൽ പൊതുവെ അനുഭവപ്പെടുന്നത്. അതിശൈത്യവും മഞ്ഞുവീഴ്ചയും ഫിൻലാൻഡിന്റെ വടക്ക് ഭാഗങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇത് കാരണം ഫിൻലാൻഡിന്റെ കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് പ്രധാന ജനവാസ മേഖലകൾ. ഫിൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിൻലാൻഡ് ജനതയുടെ 1/5 തലസ്ഥാനമായ ഹെൽസിങ്കിയിലാണ് വസിക്കുന്നത്. ലോകത്തിലെ പ്രധാന ജനവാസ മേഖലകൾ പലതും തീരപ്രദേശങ്ങളിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഫിൻലാൻഡിലെ 2/3 വനപ്രദേശങ്ങളാണ്. പ്രകൃതി വിഭവങ്ങൾ താരതമ്യേന കുറഞ്ഞ ഫിൻലാൻഡിൽ ഗുണമേന്മ കുറഞ്ഞ കൽക്കരിയാണ് അഥവാ പീറ്റ് പ്രധാനമായും കാണപ്പെടുന്നത്. ശൈത്യം കഠിനമായതിനാൽ ഊർജത്തിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. രാജ്യത്തെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് ജലവൈദ്യുതിയാണ്. എന്നാൽ ശൈത്യം വൈദ്യുതി ഉൽപ്പാദനത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നു. കഠിനമായ ശൈത്യവും നിരന്തരമായ മഞ്ഞുവീഴ്ചയും നിർമ്മാണ പ്രവർത്തനത്തിലും ഗതാഗതത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും നിർമ്മാണ ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തിന്റെ നാട്. പരിമിതികൾ പലതുണ്ടെങ്കിലും 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഫിൻലാൻഡ് 1-ാമതാണ്. തുടർച്ചയായി 7-ാം തവണയാണ് ഫിൻലാൻഡ് ഈ നേട്ടം കൈവരിക്കുന്നത്. ഇപ്പോഴും 1-ാം സ്ഥാനമാണ് ഫിൻലാൻഡിന്. സ്കാൻഡിനേവിയൻ ഭൂപ്രകൃതിയും ആർട്ടിക് കാലാവസ്ഥയും അനുഭവപ്പെടുന്ന രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് എന്നീ രാജ്യങ്ങളെല്ലാം ഫിൻലാൻഡിന്റെ പിന്നിലായി ലോക സന്തോഷ സൂചികയിലെ ആദ്യ 10 സ്ഥാനങ്ങളിലായിട്ട് തന്നെയുണ്ട്. കൂടാതെ ലോകരാജ്യങ്ങളുടെ വികസനത്തെ വിലയിരുത്തുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കുന്ന മാനവ വികസന സൂചികയിലും ഈ രാജ്യങ്ങൾ വളരെ മുന്നിലാണ്. മികച്ച കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രകൃതി വിഭവങ്ങളുള്ള
ധാരാളം രാജ്യങ്ങൾ സന്തോഷ സൂചികയിൽ ഫിൻലാൻഡിന് പുറകിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും തരണം ചെയ്ത് വികസനത്തിലേക്ക് കുതിക്കുന്ന ഫിൻലാൻഡ് ജനതയുടെ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ്. എങ്ങനെയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്? ആളോഹരി വരുമാനം, സാമൂഹിക പിന്തുണ, ആരോഗ്യകരമായ ആയുർദൈർഘ്യം, സ്വാതന്ത്ര്യം, ദാനശീലം, അഴിമതി എന്നീ 6 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ സൂചിക തയ്യാറാക്കുന്നത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. ഇതിൽ പല വേർഡ്സും നമുക്ക് പുതിയതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ശരിയായിക്കോളും. താങ്ക് യു.